നമസ്കാരം, ഞാൻ ശ്രുതി രാഘവൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഡിസ്ലെക്സിയ അവയർനെസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്ലെക്സിയയുടെ സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടിയിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു സിംറ്റമാണ് നമ്മൾ കുട്ടികൾക്ക് ലെറ്റർ എക്സ്പോഷർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും, അതായത് ലെറ്റേഴ്സ് ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷവും പിന്നീട് കുട്ടിക്ക് കൃത്യമായിട്ട് ആ ലെറ്റർ ഐഡന്റിഫൈ ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട്. അതായത് ഇപ്പോ എ കാണുമ്പോൾ കുട്ടി ഒരു പക്ഷെ എ എന്ന് പറയില്ല, ബി കാണുമ്പോൾ ബി എന്ന് പറയില്ല. അതുപോലെ തന്നെ മലയാള അക്ഷരങ്ങളും ഈ ആയാലും ആയാലും ഇതെല്ലാം നമ്മൾ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള എക്സ്പോഷർ കൊടുത്തു, നമ്മൾ കുട്ടീനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട്, പക്ഷെ പിന്നീട് ചോദിക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇത് ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടിയുടെ ഏറ്റവും ഒരു ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സിംറ്റം തന്നെയാണ്. ഓക്കെ, മറ്റൊരു ഡിസ്ലെക്സിക് സിംറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വാക്കുകളുടെ പോലും സ്പെല്ലിംഗ് അവർക്ക് കൃത്യമായിട്ട് എന്താ പറയാ സ്പെല്ല് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അത് എഴുതാനായിട്ടോ ഒന്നും പറ്റില്ല. കുട്ടികൾ ആദ്യമേ പഠിച്ചു തുടങ്ങുന്ന ചെറിയ ചെറിയ വാക്കുകൾ കാർ, ബസ്, ബാറ്റ്, കൗ, ഡോഗ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വാക്കുകളുടെ 3 ലെറ്റർ ആയിട്ട് വരുന്ന വാക്കുകളുടെ പോലും സ്പെല്ലിങ് കുട്ടികൾക്ക് കൃത്യമായിട്ട് അത് എന്താ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ പൊതുവെ പേരൻസ് ഭയങ്കര മറവിയാണ്, മറന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ മുന്നിലേക്ക് വരാറുണ്ട്. അപ്പൊ ഇതും ഒരു ഡിസ്ലെക്സിയയുടെ സിംറ്റം ആണ്. ഓക്കെ, മറ്റൊരു സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വാക്കുകൾ കാണുമ്പോൾ അതിന്റെ ശബ്ദം കൃത്യമായിട്ട് ഉച്ചരിക്കാനായിട്ട് പറ്റില്ല, അപ്പൊ അത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ പൊതുവെ ഇവർക്ക് ലെറ്റർ സൗണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാതീസിസ് എന്ന് നമ്മൾ പറയും. മെറ്റാതീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിനകത്ത് തന്നെ ശബ്ദം ഇവർ മിക്സപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ആസ്ക് എന്നുള്ള ഒരു വാക്ക് ചിലപ്പോൾ കുട്ടികൾ അതിനെ ആക്സ് എന്ന് വായിക്കും, അല്ലെങ്കിൽ ആക്സ് എന്ന് എഴുതും. ആനിമൽ, എക്സാമ്പിൾ പറയാണ് ഇത് എന്താണെന്നുള്ളത്. ആനിമൽ എന്നുള്ള ഒരു വാക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ അതിനെ ആനിമൽ എന്ന് എഴുതുകയോ വായിക്കുകയോ ചെയ്യുന്നു. ഇതാണ് മെറ്റാതീസിസ്. അപ്പൊ ഒരു വാക്കിനകത്ത് തന്നെ ശബ്ദങ്ങളെ അങ്ങോട്ട് മിക്സപ്പ് ചെയ്യുന്ന ഒരു രീതി ഡിസ്ലെക്സി കുട്ടികളിൽ ഉണ്ട്. ഓക്കെ, ചില കുട്ടികളിൽ റീഡിങ് ആയിരിക്കില്ല ബുദ്ധിമുട്ട്. അതായത് റീഡിങ് എന്ന് വെച്ചാൽ അവർ വായിക്കുന്നുണ്ടാവും, പക്ഷെ വായിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കോംപ്രിഹെൻഷൻ ലെവലിലായിരിക്കും ചില കുട്ടികൾ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഇവർ നന്നായിട്ട് ചിലപ്പോൾ നല്ല ഫ്ലുവന്റ് ആയിട്ട് തന്നെ വായിച്ചു പോകും, പക്ഷെ ആ വായിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് പറയാനായിട്ട് കഴിയില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ ചോദ്യം ചോദിച്ചാൽ തന്നെ കൃത്യമായിട്ട് അതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിന്റെയൊക്കെ സിവിയറിറ്റി ലെവൽ ഇങ്ങനെ അറിഞ്ഞിരിക്കും നിൽക്കും. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, അങ്ങനെ സിവിയറിറ്റി ലെവൽ ഡിഫറെന്റ് ആയിരിക്കും. ചിലർ വളരെ ലെറ്റർ ബൈ ലെറ്റർ റീഡിങ് ആയിരിക്കും, അക്ഷരങ്ങൾ ഇങ്ങനെ പെറുക്കി പെറുക്കി വായിക്കും, ചേർത്ത് വായിക്കില്ല. ഓക്കെ, മറ്റൊരു സിംറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആകൃതിയിൽ സമാനതയുള്ള അക്ഷരങ്ങൾ, അതായത് ഇപ്പൊ ബി, ബി, പി, ക്യൂ ഇങ്ങനെ ആകൃതിയിൽ സമാനത പുലർത്തുന്ന അക്ഷരങ്ങള് ഇവർക്ക് പെട്ടെന്ന് കൺഫ്യൂസിങ് ആയിരിക്കും. അത് കൃത്യമായിട്ട് വേർതിരിച്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അത് ഉച്ചരിക്കാനായിട്ടോ പറയാനായിട്ടോ ഒന്നും അവർക്ക് കഴിയാറില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചില കുട്ടികളിൽ മിറർ റൈറ്റിംഗ്, നമുക്ക് ഡിസ്ലെക്സി കുട്ടികളിൽ മിറർ റൈറ്റിംഗ് ഏറ്റവും ആദ്യത്തെ സ്റ്റേജിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് പൊതുവെ ഡിസ്ലെക്സിയുടെ ഒരു സിംറ്റം ആയിട്ട് നമ്മൾ പറയുന്നത്. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഓരോ കുട്ടിയിലും ഇത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും പ്രകടമാകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്ലെക്സിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും വീഡിയോസ് ഏതെങ്കിലും ടോപ്പിക്കിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഈ വീഡിയോയിലെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.
അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.